ദൈവത്തിന്റെ ദുഃഖം താൻ പ്രകടമാക്കുന്നു പ്രവാചകനിലൂടെ. താൻ വളരെ ആശാഭിലാഷങ്ങളോടുകൂടി സൃഷ്ടിച്ച മനുഷ്യവർഗം ദൈവത്തെ അനുസരിക്കാതെ പോയപ്പോൾ ഈശ്വരനത് താങ്ങുവാൻ കഴിഞ്ഞില്ല. തന്റെ ദുഃഖം പ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നു: ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവിക്കൊള്ളുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഈശ്വരൻ. ഇവരെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ള ചിന്താഗതിയാണ് താൻ തന്നെ ഈ ഭൂമിയിലേക്ക് യേശു കർത്താവായി അവതരിപ്പാനിടയായത്. താൻ ഇവിടെ വന്നു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറി കുരിശിൽ മരിച്ചു. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു തന്റെ രക്തം മൂലം തന്റെ ശരീരമാകുന്ന തിരശ്ശീല കീറി ജീവനുള്ള ഒരു പുതിയ വഴി മാനവരാശിക്കായി സ്ഥാപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ജീവനുള്ളൊരു പുതുവഴി കണ്ടുപിടിക്കുക പ്രിയ സഹോദരി സഹോദരന്മാരെ. ഇതുവരെ നാം രണ്ട് വഴികളിലാണ് ജീവിച്ചത്. ഒരു വിശാലമായ വഴി, ചിലപ്പോൾ നന്മ ചെയ്ത് ജീവിക്കും ചിലര്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച ഒരു കാര്യം, നാം മാമോദീസപ്പെടുത്തും അവരെ. കാരണം എന്താണ്? കാറ്റഗീസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ വചനങ്ങളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ ബാപ്തിസ്മപ്പെടുത്തുന്നത്. എന്തിനാണ് നമ്മൾ അതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവര് രണ്ട് വഴികളിൽ കൂടിയും സഞ്ചരിക്കും. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് വലിയ തിരിച്ചറിവുണ്ടോ? നല്ലത് പറഞ്ഞാൽ അവർ കുറച്ച് ദിവസത്തേക്ക് നല്ലത് ചെയ്യും, പിന്നെയും അവസരം വരുമ്പോൾ അവര് ചീത്തത്തരവും മറ്റും ചെയ്യും. അതുകൊണ്ടാണ് രണ്ട് വഴി ഇപ്പോൾ ഈശോ നമ്മളെ കാണിച്ചതും അത് അപര്യാപ്തമായി തീർന്നു. അതുകൊണ്ട് ഈശോ ഇവിടെ വന്നു മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്കെല്ലാം വേണ്ടി താൻ കാൽവരി കുരിശിൽ മരിച്ചു ജീവനുള്ള ഒരു പുതുവഴി കൂടി നമുക്ക് തുറന്നു തന്നു. ഈ സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരിത് കടന്നിടും എന്ന്. ഈ വഴിയിൽ കൂടി നാം സഞ്ചരിച്ചാൽ അത് നമുക്ക് വലിയ രൂപാന്തരം ഉണ്ടാക്കും. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രവൃത്തികൾക്കും എല്ലാം അത് നന്മയായി തീരും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുമ്പോൾ യേശുവിന്റെ പ്രമാണങ്ങളെല്ലാം നാം കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് തന്നെ ജീവിക്കുവാൻ തയ്യാറെടുക്കും. അതുകൊണ്ടാണ് ഈ സുവിശേഷ പ്രസംഗങ്ങൾ, പള്ളിയും പട്ടക്കാരനും കുമ്പസാരവും കുർബാനയും ഒക്കെ നമുക്ക് ഈശ്വരൻ കൽപ്പിച്ച് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നാം ഈശ്വരന്റെ വഴിയിൽ പോകണമെങ്കിൽ നാം അത് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമുക്ക് നല്ലതും തീയതും ഒക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പുതിയ വഴിയിലേക്ക് നാം പ്രവേശിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ട് നമ്മുടെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞു പുതിയ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥയുണ്ട് മനുഷ്യന്. അതിനുവേണ്ടിയാണ് നാം ബാപ്റ്റിസം സ്നാനപ്പെടുന്നത്. റോമാ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളുടെ ജഡീക മോഹങ്ങളെയെല്ലാം കുരിശിക്കണം. നമ്മുടെ ഭൗമ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ചടുലതകളും വികലതകളും നാം കണ്ടറിഞ്ഞിട്ട് പാപത്തെ പാപമെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. അതിനാണ് മാനസാന്തരം ഉണ്ടാകണമെന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പാപം ബോധമുണ്ടാകും നമുക്ക്. പാപം എന്തെല്ലാം പാപങ്ങളാണ്. ഒരു പ്രായം വന്നിട്ട് വേണം മാനസാന്തരപ്പെടാൻ. അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സ്നാനത്തൊട്ടിയിൽ കുളിപ്പിച്ചെടുക്കുന്നത് സ്നാനമല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ട് രക്ഷിക്കപ്പെടണം. പാപബോധം ഉണ്ടായിട്ട് ആ പാപങ്ങൾ ഓരോന്നായി ഈശ്വരനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ മടക്കി കൊടുക്കേണ്ടവർക്ക് മടക്കി കൊടുക്കണം. തീർച്ചയായും കൊടുക്കണം. റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഒരുവൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നാം എത്തണം. അതിന്റെ പേരാണ് മാനസാന്തരം. അപ്പൊ മടക്കിക്കൊടുപ്പ്. പിന്നെയാണ് യേശുനാഥനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് അവൻ മാമോദീസപ്പെടേണ്ടത്. മാമോദീസ കഴിയുന്ന അതിന്റെ ഒരു അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം പിന്നെ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? സാധ്യമല്ല. അവന് പിന്നെ ദൈവം കൊടുത്ത ഒരു മാർഗമുണ്ട്. അവൻ കൂട്ടായ്മയെ ആചരിച്ചു, പ്രാർത്ഥന കഴിച്ചു, അപ്പം നുറുക്കിയും, വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്ന അപ്പം നുറുക്കിയും, ദൈവവചനം പഠിച്ചും പോരേണം. ദൈവവചനം ആഴമായി പഠിക്കണം, പള്ളിയിൽ പോകണം, പുരോഹിതന്മാർ പറയുന്ന ഉപദേശങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കി വീട്ടിൽ വന്ന് പഠിച്ച് നിശ്ചയം പ്രാപിച്ചിട്ട്, അപ്പോൾ നമുക്കറിയാം, പാപം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇതുവരെ നാം അറിയാതെയാണ് പാപം ചെയ്തത്. അതുകൊണ്ടാണ് അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ദൈവം എല്ലാവരോടും ക്ഷമ കാണിച്ച് മാനസാന്തരത്തിന് അവസരം കൊടുക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരു കൂട്ടം ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അവർക്ക് ദൈവം ഒരു പുത്തൻ ശരീരം പിന്നീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിത മാറ്റം അവരെ ഒരു നല്ല ആസ്ട്രൽ ബോഡിയിലേക്ക് നയിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വഴിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യണം. പ്രിയരെ, എങ്ങോട്ട് പോകാന്? ഉയരങ്ങളിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ നോക്കിക്കേ, ആകാശത്തിൽ പക്ഷികൾക്ക് വഴിയുണ്ട്, ഫ്ലൈറ്റുകൾക്ക് വഴിയുണ്ട്, പാറപ്പുറത്ത് സർപ്പത്തിന് വഴിയുണ്ട്, വെള്ളത്തിൽ മത്സ്യത്തിനും, മാത്രമല്ല ലിവിയാതാനും കപ്പലുകൾക്കും അവിടെ വഴിയുണ്ട്. വഴിയില്ലെങ്കിൽ ആകപ്പാടെ പോക്കുവരവ് നിന്ന് പോകും അല്ലേ? വഴിയുടെ കാര്യം രക്ഷാ വഴിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നാളുകളിൽ നമുക്ക് സാധനങ്ങൾക്കെല്ലാം അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? വഴി അടയ്ക്കപ്പെട്ടു. ഹോർമീസ് കടലിടുക്ക അടയ്ക്കപ്പെട്ടു. അവിടെ യുദ്ധക്കപ്പലുകൾ നിരന്നു കിടക്കുകയാണ്. ഇറാനും അമേരിക്കയും ചേർന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ലോകം രക്തപ്പുഴയാകുന്നു. കപ്പലുകളെല്ലാം പിടിച്ചു മുക്കുന്നു. ഇന്ത്യയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകേണ്ട ചരക്കുകൾ കെട്ടിക്കിടക്കുമ്പോൾ പെട്രോളിനും ഡീസലിനും ഒക്കെ എന്ത് വിലയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഭക്ഷണം കഴിവാക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു പോയാൽ എന്ത് ചെയ്യും? പണ്ട് എന്റെ ചെറുപ്പകാലത്ത്, യുദ്ധകാലത്ത് ഇവിടെ ബജറായും ഗോതമ്പും ചോളവും ഒക്കെ കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കാട്ടുകാരെല്ലാം ഉണ്ടെങ്കിലും ഈ വിലക്കയറ്റം കൊണ്ട് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാർ ധാരാളമുണ്ട്. അവരൊക്കെ എന്താ, ചിലർ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല, വിസ അടിക്കുന്നില്ല. എന്തെല്ലാം പ്രതികൂലങ്ങളാണ് വഴിയടഞ്ഞാലുണ്ടാകുന്നത്. എല്ലാറ്റിനും വഴി വേണം. സർവോപരി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു നല്ല വഴി. അവരിവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ അവരെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് രഥങ്ങളുമായി വരുന്ന ഒരു വഴിയുണ്ട്. അതാണ് ജീവന്റെ വഴി. ലാസറിന്റെ മരണത്തെ കുറിച്ചും നാം പഠിച്ചിട്ടുണ്ടല്ലോ. അതേ, ദൂതന്മാർ വന്നു, രഥത്തിൽ കയറ്റി ഭക്തനായ ലാസറിനെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ അവിടെ തന്നെ ഒരു ധനവാനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈശോ മിശിഹാ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ലൂക്കോസ് 16-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ച് പഠിക്കണേ. ഈ ധനവാനിയുടെ ഹംസധൂളിമത്തമേൽ കിടന്നു. നല്ല ബിരിയാണി കഴിച്ച് ജീവിച്ചു. വലിയ പൊതുപ്രവർത്തകനായിരുന്നു, മഹാനും മാന്യനുമായിരുന്നു. അതിന് തെളിവ് അദ്ദേഹത്തിന്റെ വാതുക്കൽ ഈ ലാസറ് വ്രണം പിടിച്ച് ചീഞ്ഞളിഞ്ഞ് ഈച്ചയാർത്ത് കിടക്കുകയാണ്. അവന് ഈ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങളിൽ നിന്ന് ഒരു ഓഹരി ധനവാൻ കൊടുത്തുകൊണ്ടിരുന്നു. അവനെ അവിടെ നാട്ടി പായിച്ചില്ല. മഹാനല്ലേ? ഇന്നത്തെ നമ്മുടെ
ധനികന്മാർ കോഴി കൊത്താത്ത ഒരു 5 പൈസ പോലും കൊടുക്കണമെങ്കിൽ അവർക്ക് ക്യാമറ വേണം, പത്രത്തിൽ വാർത്ത വരണം. ഇന്ന് സാധാരണ പള്ളികളിലും ഒക്കെ കാണുന്നതാണ്. ഞാൻ അത് വേണ്ടെന്ന് പറയുകയല്ല, അങ്ങനെയല്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത് എന്നാണ് ഈശോ പഠിപ്പിച്ചത്. നമ്മൾക്കാകുന്നത്രയും നന്മ ചെയ്യണം. ഈ മഹാനായ ധനവാനുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിരുന്ന ആളാണെങ്കിലും അദ്ദേഹം സുവിശേഷ പ്രസംഗം കേൾക്കയില്ലായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിന്ന് കണ്ടക്ഷോഭം ചെയ്യുകയാണ്, തമാശ പറയുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, സീരിയസ്നെസ് വേണം. എല്ലാ കാര്യത്തിനും ഗൗരവമുണ്ട്. ഇന്ന് നാം പറയുന്ന വാക്കുകൾ അതെ നാളെ നമ്മളെ ന്യായം വിധിക്കും. നിസ്സാര വാക്കുകൾക്ക് പോലും ഈശ്വരന്റെ മുൻപിൽ നാം കണക്ക് കൊടുക്കണമെന്ന് ബൈബിളിൽ വായിക്കുന്നു. വളരെ ഗൗരവമുള്ളതാണ് സുവിശേഷ പ്രസംഗം. ധനികനായിരുന്ന ഈ മനുഷ്യൻ അന്ന് പഞ്ചഗ്രന്ഥികളെല്ലാം ഉണ്ട്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും വായിക്കില്ല. ജീവന്റെ വഴിയുടെ ചൂണ്ട് പലകളാണതല്ല, അതൊന്നും വായിക്കുകയല്ല. ഇന്നും നമ്മുടെ ആളുകളെ സംബന്ധിച്ച് ദുഃഖം തോന്നുന്നു. വിശുദ്ധ ബൈബിൾ തലതിരിച്ചാണ് പഠിക്കുന്നത്. സായിപ്പന്മാരാണ് അതിനൊക്കെ കാരണം. അവരിവിടെ വന്നിട്ട് ഗോതമ്പ് പൊടിയും പള്ളിനെയും പരവിട കപ്പയും പള്ളിയും പള്ളിക്കൂടൊക്കെ വെച്ചു കൊടുത്തെങ്കിലും തിരുവചനത്തിന്റെ സത്യങ്ങൾ അവര് സാധുക്കളെ പഠിപ്പിച്ചില്ല. അവരിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്നൊരു ഒരു വിസയൊക്കെ സംഘടിപ്പിച്ച് നേരെ അമേരിക്കയിലേക്ക് പോയി സാധുക്കളെ നിരത്തി നിർത്തി ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ച് സായിപ്പന്മാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു ബൈബിൾ സ്കൂളൊക്കെ പഠിപ്പിച്ചു. ബൈബിൾ സ്കൂളൊക്കെ ഇട്ടിട്ട് സാധുക്കളെ പിന്നെ അവര് മുതലെടുത്തു. അതിൽ ബുദ്ധിമാന്മാരായ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവരിൽ ചില ആളുകള് സായിപ്പന്മാരെയും കൈതട്ടി മാറ്റി മറുകണ്ഠം ചാടി. ചരിത്രത്തിലുള്ളതാണ്. ഇവിടെ ഒരുപാട് ഭക്തന്മാരായ സായിപ്പന്മാർ വന്നിട്ടുണ്ടെങ്കിലും ഇവരൊരു ദോഷം ചെയ്തത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കും. പാപം എന്താണ്, ദൈവവചനം എന്താണെന്ന് കേൾക്കുവാൻ സാധാരണക്കാരെ ഇവർ വിട്ടുകൊടുത്തില്ല. ഇവർ ചെയ്തത് എന്താണെന്നല്ലോ, പാപത്തോട് പാപം ഒന്നിക്കുകയായിരുന്നു, പാപത്തോട് പാപം കൂട്ടുകയായിരുന്നു ഇവർ ചെയ്തതെന്ന് പ്രസംഗിക്കാൻ ആരുമില്ല. എല്ലാവരും വീരവാദം അടിക്കുകയാണ്. സായിപ്പന്മാർ വന്നതുകൊണ്ടാണ് ലോകം ഇങ്ങനെ അനുഗ്രഹിക്കുക. ഒരിക്കലുമല്ല. കേരളം, ഇന്ത്യ വഷളായി എന്ന് ഞാൻ പറയും. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഇസ്രായേൽ മുഖാന്തരമാണെന്ന് പറയാൻ ഇവർക്ക് ലജ്ജയില്ലേ? അതിനിവര് ലജ്ജിക്കുന്നു. ഇസ്രായേലാണ് ലോകരാഷ്ട്രങ്ങൾ. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം, ഇസ്ഹാക്ക് യാക്കോബിനോടുള്ള വാഗ്ദത്തം, നിന്റെ നിമിത്തം ലോകരാഷ്ട്രങ്ങളെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും. അതങ്ങനെ തന്നെയാണ്. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടത് അവർ വന്നതുകൊണ്ട് തന്നെയാ. അതെങ്ങനെയാ? ആധ്യാത്മികമായിട്ടൊന്നും ഇവിടെ അവര് സായിപ്പന്മാര് വന്നിട്ടൊന്നും അനുഗ്രഹിക്കപ്പെട്ടൊന്നുമില്ല. പാപം ചെയ്യാൻ മിടുക്കരായി തീർന്നു ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയുന്ന നമ്മുടെ അച്ഛന്മാരെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാണിക്കുന്നത് എന്നതാണ്, ഈ പാവപ്പെട്ട സഹോദരിമാര് തുടുത്തു കൊഴുത്തപ്പോൾ അവരെയൊക്കെ മുതലാക്കി പാപം ചെയ്തു ഇവരൊക്കെ. ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതെന്താ ഇവര് മനസ്സിലാക്കാത്തത്? ഇന്നും ഘോരഘോരം പ്രസംഗിക്കുകയാണ്. തെറ്റാണ് പ്രിയരെ. യേശുവാണ് ലോകരക്ഷകൻ. അങ്ങനെ ഈ ധനവാൻ ദൈവവചനം പഠിക്കാൻ ഇട ലഭിക്കാതെ പാപമെന്തെന്നറിയാതെ അഹർനിശം ജീവിതം കഴിച്ച ഈ മനുഷ്യനൊടുവിൽ അവനും രോഗിയായി. ലാസർ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജീവനുള്ള പുതുവഴിയിൽ കൂടി സ്വർഗത്തിൽ ദൈവം അയച്ച രഥം വന്നു. ആ രഥത്തിൽ ലാസർ കയറി നേരെ സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ ഈ ധനവാനെ സംബന്ധിച്ച് അവനെ
നേരെ യാതനാ സ്ഥലത്തേക്ക് എത്തപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. അത് വിസ്തരിക്കാൻ എനിക്ക് നേരമില്ല. അങ്ങനെ യാതനാ സ്ഥലത്ത് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നിർമ്മിച്ചു തന്ന ജീവനുള്ള പുതുവഴിയിൽ കൂടി പോകണം. അപ്പൊ നിങ്ങൾക്കൊരു ശരീരമുണ്ട്. അതിന് ശാസ്ത്രജ്ഞന്മാരിപ്പോൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ. അതിന് 21 ഗ്രാം തൂക്കമാണ്. ഏത് മനുഷ്യൻ മരിച്ചാലും അവന്റെ ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ അവന്റെ മനുഷ്യാത്മാവ്, മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ മാംസത്തിൽ നിന്നുള്ള മനുഷ്യനും അതായത് പരിശുദ്ധാത്മാവും ചേർന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സോൾ. അതാണ് ഞാൻ പാടിയപ്പോൾ ഞാൻ നിങ്ങളെ പാടി കേൾപ്പിച്ചല്ലോ. നശിക്കുമീ ധരയ്ക്കുമീതിലുള്ളതൊക്കെയും എന്നാൽ നശിക്കാത്തതൊന്ന് നാഥനായവൻ നമുക്ക് തന്ന വാഗ്ദത്തങ്ങളും നമ്മുടെ സോൾ. ഞാൻ പറഞ്ഞു ടൈറ്റാനിക് കപ്പലിൽ നിന്നാണ് ആദ്യം സേവ് അവർ സോൾസ്. ഇന്നും ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ ആസ്ട്രോമാനെ അല്ലെങ്കിൽ എന്റെ ജീവനുള്ള ദേഹിയെ രക്ഷിക്കണമേ എന്നാണ്. കാരണം മനുഷ്യൻ തീരുന്നില്ല. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അവൻ ഒരു ദിവസം മടങ്ങി വരും. അത് ഈശോ പറഞ്ഞു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും അത് ഈ ദൂതന്മാരുടെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പുതിയ വഴിയിൽ കൂടി നമുക്ക് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാനും. എന്നാൽ നിങ്ങൾ ചോദിച്ചു, അപ്പോൾ മറ്റുള്ളവരുടെ കാര്യമോ? അവര് പിന്നെ 1000 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും. അതൊക്കെ അടുത്ത ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, യേശുവിന്റെ ശിഷ്യന്മാരായി ജീവിക്കുക, ആ ഭാഗ്യം കൈവരിക്കുക. അതാണ് ഞാൻ പാടിയത്. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ, ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭാവിച്ചു. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഈ ഒരു ഭാഗ്യം ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ജീവിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ഈ ശരീരത്തെക്കുറിച്ച് ബാക്കി പിന്നെ പറയാം, തെളിവുകൾ നിരത്തി പറയാം. നമ്മുടെ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം മരിക്കുന്നില്ല എന്നുള്ളതിന് ചില തെളിവുകളുമായിട്ടാണ് ഞാനിവിടെ വന്നത്. സൂര്യൻ ഇരുളുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ആർക്കെങ്കിലും രോഗമോ ദുരിതമോ വല്ലതുണ്ടോ? അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ മനുഷ്യന്റെ ആത്മശരീരത്തെക്കുറിച്ചും അവൻ ഉയർത്തുന്നതിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും നിങ്ങളോട് തെളിവ് സഹിതം ഞാൻ പറയും. അതിനുവേണ്ടി നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ഉപകരിച്ചു എന്നും അതിൻ്റെ എല്ലാ റെക്കോർഡുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പത്രവർത്തമാനങ്ങളും അനുഭവങ്ങളും அதை ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബോധവൽക്കരിക്കുന്നതായിരിക്കും. ഞാനൊരു കാര്യം അവസാനമായി പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇരുട്ടിയല്ലോ പ്രിയരെ, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്നൊരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കുക്കു സാഹിബ് ഇവിടെ വന്ന് തൻ്റെ ഭാര്യയുമായി പ്രവർത്തിച്ച് വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ART അതിശയം എന്ന് പറയുന്ന ഒരു ത്യാഗിവര്യനും മഹാപണ്ഡിതനുമായിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തോടുകൂടെ ചേർന്നു ഈ ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനം വളരെയധികം പടർന്ന് പുരോഗമിച്ചു. ഈ മനുഷ്യന്റെ പേര് ART അതിശയം എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു രാജകുടുംബത്തിൽപ്പെട്ട അരുമൈ നായകൻ എന്ന ഒരു മഹാനായിരുന്നു.
ഇദ്ദേഹം യേശുവിന്റെ വഴിയിൽ ജീവിച്ചു. അദ്ദേഹത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അദ്ദേഹം പുനലൂര് താമസിച്ചിരുന്നു. അവിടെ മാത്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മാത്ര. അവിടെ കൊണ്ട് വളരെ കോളറ ബാധിച്ചു. ഗവൺമെന്റ് തലത്തിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും പരാജയപ്പെട്ടിട്ട് ഡോക്ടർമാർ കൊമ്പുകുത്തി. ആ സ്ഥാനത്ത് അരുമനായകൻ ചെന്നിട്ട് മാത്ര എന്ന പേരിൽ ഒരു മരുന്നുണ്ടാക്കി കൊടുത്തു. വളരെ അത്ഭുതകരമായി അനേകരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അത്ര മഹാനും സ്വാത്വികനും പണ്ഡിതനും അഭ്യാസിയുമായിരുന്നു ഈ അരുമൈ നായകൻ എന്ന വലിയൊരു പെരുമാളിന്റെ മകനായിരുന്നു അദ്ദേഹം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് ജീവന്റെ വഴിയിൽ നടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ പരസ്യ പ്രസംഗവും കഴിഞ്ഞ് വീട്ടിൽ വന്നു. കയറിയപ്പോൾ പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നി. കട്ടിലേക്ക് കിടന്നതും 2 ദിവ്യ പുരുഷന്മാർ, ദൂതന്മാർ വന്ന് ഓരോരുത്തരും ഇദ്ദേഹത്തിന്റെ ഓരോ കയ്യിൽ പിടിച്ച് തന്നെ അങ്ങ് കൊണ്ടുപോവുകയാണ്. താൻ മരിച്ചു. അന്നത്തെ ചട്ടപ്രകാരം വീട്ടിൽ ആശാരിയെ വരുത്തി ശവപ്പെട്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ രാജകുടുംബത്തിൽപ്പെട്ട ആളല്ലേ. ഇദ്ദേഹം ഇങ്ങനെ പോയി ദൂതന്മാരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം സുന്ദരമായൊരു നദി കണ്ടു. അതിന്റെ ആഴം അവർണ്ണനീയം. അതിനടിയിൽ ഒരു ചെറിയ കരട് കിടന്നാൽ പോലും കാണത്തക്ക വിധത്തിൽ അത്ര ശുഭ്ര സ്ഫടിക സംകാശമായ ഒരു വലിയ നദി. ദൂതന്മാർ പറഞ്ഞു, ഭയപ്പെടേണ്ട. രണ്ടുപേരും കയ്യിൽ പിടിച്ച് ധൈര്യപ്പെടുത്തി. സ്വർണ്ണ തെരുവീതിയിൽ കൂടെയാണ് ഇദ്ദേഹം നടന്നു പോയത്. അതൊരു സങ്കല്പത്തിന്റെ കഥയല്ല. കാല് നീട്ടിപ്പോകാതിരിക്കാൻ അവർ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. ഒടുവിൽ താൻ ഒരു സിംഹാസനം കണ്ടു. ഭയങ്കരമായ ദൈവപ്രഭയാൽ മിന്നിത്തിളങ്ങുന്ന ഒരു സ്വർഗസിംഹാസനം. അതിലൊരു മനുഷ്യൻ ഇരിക്കുന്നു. ജാജ്വല്യമായ പ്രഭയുടെ വർധനവിൽ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അരുമൈ നായകത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. 10-35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, അവരും ജീവന്റെ വഴിയിൽ, കുരിശിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. അവര് മാറത്തടിച്ച് അവര് വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ല, അരുമൈ നായകത്തെ മടക്കി തരണമേ എന്ന് കലങ്ങിയ കണ്ണുകളോടെ അലച്ചു തല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വർഗ കവാടങ്ങൾ തുറന്നു. സിംഹാസനത്തിലിരുന്ന ആ ദൈവപ്രഭയിൽ മുങ്ങി കുളിച്ചിരുന്ന മനുഷ്യൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് അരുമൈ നായകൻ കേൾക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വരുന്ന ഈ നിലവിളി എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. ഇവനെ ഉടനെ തന്നെ തിരിച്ച് ഇവൻ ഭൂമിയിലേക്ക് പോയിക്കോട്ടെ, അവനെ അവിടെ കൊണ്ടാക്കൂ എന്നൊരു കൽപ്പന പുറപ്പെട്ടതും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയ ദൂതന്മാർ രണ്ടും ചേർന്ന് ഉളിചാടുന്ന വേഗത്തിൽ അന്തരീക്ഷ മണ്ഡലങ്ങളെ മറികടന്ന ഭൂമിയിലേക്ക് കുതിക്കുന്നു. താൻ ഇങ്ങനെ വരുമ്പോൾ നദിയെല്ലാം പഴയതുപോലെ കാണുന്നു. പഴയതുപോലെ ഒരു അത്ഭുതകരമായിരിക്കുന്ന സംഭവം പിന്നെയും അദ്ദേഹത്തിന്റെ മുൻപിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു ശബ്ദം കേട്ടു, അരുമൈ നായകൻ, നിന്റെ തലയിൽ ഇനി മേലാൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ഇതും കേട്ടുതാൻ തന്റെ ശരീരത്തിലേക്ക് ഊർന്നിറങ്ങി ചാടി എഴുന്നേറ്റു. കരഞ്ഞ് കൂകി നിലവിളിച്ചു നിൽക്കുന്ന തന്റെ ഭാര്യയെയും അയൽക്കാരെയൊക്കെ ആശ്വസിപ്പിച്ചു. അപ്പോഴും ജനം ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പേരെടുത്തൊരു പ്രസംഗിയാകയാൽ 10,000-കണക്കിന് പേരന്ന് അദ്ദേഹത്തെ ശവം കണ്ടുകൊണ്ട് ഇറങ്ങിയും കേറിയും പോവുകയാണ്. അവിടെ വളരെ വേഗത്തിൽ ശവപ്പെട്ടി പണി തീരുന്നു. അപ്പോഴാണ് അരുമനായകൻ ഒന്ന് തുമ്മിയതും
അങ്ങേ എന്ന സമാധാനം, എന്നെ മഹിമൈ, എന്നെ ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് താൻ ചാടി എഴുന്നേറ്റ് പിന്നെയും വർഷങ്ങളോളം ജീവിച്ചിട്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്കൊരു ശരീരമുണ്ട്, പോകാനും വരുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും ഒരു ശരീരമുണ്ട്. അതിന്റെ പേരാണ് ഇന്നർ മാൻ. അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ വന്ന് കേൾപ്പിക്കാം. ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. പ്രിയരെ, നമ്മുടെ രോഗവും ദുരിതവും ഒന്നും കർത്താവിനൊരു പ്രശ്നമേ അല്ല. അവന്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഒരു പൈസ പോലും മുടക്കില്ല. നിങ്ങൾ ഹൃദയംഗമായി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയും ഭാരങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതിന് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ മാറത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ സന്ധ്യാനേരത്ത് ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് യേശുവിന്റെ അത്ഭുതകരമായ സുവിശേഷം പ്രസംഗിക്കുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികളായി ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കടഭാരത്താൽ കഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കർത്താവിനെ സഹായിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കണമേ. ഇനി കാണുന്നതിനെയും കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. എല്ലാവർക്കും എന്റെ കൂപ്പുകൈ നന്ദി, നമസ്കാരം.